ഇന്ന് നടക്കുന്ന ഈ പശ്ചിമേഷ്യൻ സംഘർഷങ്ങളെല്ലാം ആ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് സഹാബാക്കൾ ഓരോന്നുമായി നബി തങ്ങളുടെ കാലശേഷം എടുത്ത് പറയുകയുണ്ടായി. ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ സന്തത സഹചാരിയായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അദ്ദേഹം പറയുകയാണ്, ഇന്നസ്സാഅത ലാ തഖൂമു ഹത്താ ലാ യുഖ്സമ മീറാസ് വലാ യുഫറഹ ബിഗനീമതിഹി. ഒരു കാലം വരും സഹാബത്തെ, അന്ന് സമ്പത്ത് കുന്നുകൂടുന്ന കാലഘട്ടമായിരിക്കും. അന്ന് യുദ്ധമുതലുകളെല്ലാം നമ്മുടെ മുന്നിൽ കൂനമായി കിടക്കുമ്പോൾ, കൂട്ടം കൂടി കിടക്കുമ്പോൾ മല പോലെ കിടന്നാലും അതാർക്കും അന്നത്തെ കാലഘട്ടത്തിൽ വേണ്ടാത്ത ഒരു കാലമുണ്ടാകും. അങ്ങനെ ഒരു കാലം വരാതെ ലോകം അസ്തമിക്കില്ല കേട്ടോ. ശേഷം അദ്ദേഹം ഷാമിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് പറഞ്ഞത്. ഷാം എന്ന് പറയുന്ന ഇന്നത്തെ ഫലസ്തീനിന്റെ ഭാഗത്തേക്ക്, ഗസയുടെ ഭാഗത്തേക്ക് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു മസ്ഊദ് വിരൽ ചൂണ്ടിയിട്ട് പറയുകയാണ്, യുജ്മഉ ലഅദുൻ യജ്മഉ ലഹുമുൽ ഇസ്ലാം. അവിടുന്ന് ഒരു വിഭാഗം ഇസ്ലാമിനെ തകർക്കാനുള്ള ഒരു സംഘം ഉയർത്തെഴുന്നേൽക്കാൻ കേട്ടോ. ഉണ്ടോ? ഇസ്ലാമിനെ തകർക്കാൻ ഒരു വിഭാഗം അവിടെ നിന്നുണ്ടാവുന്നു. ഷാം ഇന്ന് നടക്കുന്ന ആ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല എന്ന് പറയാണ്, വയജ്മഉ ലഹും അഹ്ലുൽ ഇസ്ലാം. അവർക്കെതിരെ ഇസ്ലാമിന്റെ ചുണക്കുട്ടികളും അണിനിരക്കുന്ന ഒരു കാലം വരും കേട്ടോ. ഉടനെ അടുത്തിരുന്ന സഹാബാക്കൾ ചോദിക്കുകയായി, എവിടെ നിന്നാണ് ആ ഷാമിന്റെ ഭാഗത്തേക്ക് ഇസ്ലാമിനെ തകർക്കാൻ വരുന്നത്? തഅനി, നിങ്ങൾ ഉദ്ദേശിച്ചത് റോം, റോമക്കാരെ കുറിച്ചാണോ? അതായത് ഇന്നത്തെ കാലത്തില് ബ്രിട്ടീഷുകാര്, അമേരിക്കക്കാരെ കുറിച്ചാണോ? ഖാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറഞ്ഞു, അതെ, നഅം. ഇസ്ലാമിനെ കൊല്ലാൻ ബ്രിട്ടീഷും അമേരിക്കയും കൂട്ടു നിൽക്കുന്നു. ഇന്നല്ല ഇത് പറഞ്ഞത്, ഇന്നല്ല ഇത് പറഞ്ഞത്, ഇത് പറഞ്ഞിട്ട് വർഷങ്ങളായി. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല എന്ന് പറയാണ്, വതകൂനുൽ ഖിതാലു റദ്മതൻ ഷദീദാ. കൊടുമ്പിരി കൊള്ളുന്ന യുദ്ധമായിരിക്കും അന്ന് നടക്കുക കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായ ഫൈറ്റ് ആയിരിക്കും അന്ന് നടക്കുക. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറഞ്ഞ വാക്കാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ഒരു കാലഘട്ടമാണോ ഇന്ന് എന്ന് നമ്മൾ ചിന്തിച്ചു പോവുകയാണ്. അടയാളങ്ങളൊക്കെ പരിശോധിച്ചു നോക്കുമ്പോ ഒരുപക്ഷെ അതിന്റെയൊക്കെ സൂചനകളായിരിക്കും നമ്മൾ കാണുന്നത്. അന്ന് ബൈത്തുൽ മുഖദ്ദസിന്റെ ഉത്തരവാദിത്വം ഇമ്രാനു ബൈത്തുൽ മഖ്ദിസി മിൻ ഐദിൽ യഹൂദ്, ജൂതന്മാരാണ് ബൈത്തുൽ മുഖദ്ദസിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത്. അതിന്റെ പരിപാലക സമിതിയും അതിന്റെ ഭരണകർത്താക്കളും അത് നിയന്ത്രിക്കുന്നതും ആരെ നമസ്കരിപ്പിക്കണം നമസ്കരിപ്പിക്കണ്ട എന്ന് തീരുമാനിക്കുന്നതും ആ കാലഘട്ടത്തിൽ ജൂതന്മാരായിരിക്കും. സഹാബ ജൂതന്മാരായിരിക്കും. മിൻ ഐദിൽ യഹൂദ്, ജൂതന്മാരുടെ ഭാഗത്തു നിന്നായിരിക്കും അതിന്റെ ഉത്തരവാദിത്വം ഉണ്ടാവുക. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയണമെങ്കിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട സ്വഹാബാക്കളുടെ മുന്നിൽ അത് പറഞ്ഞത് കൊണ്ടാണല്ലോ അങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം. അങ്ങനെ ജൂതന്മാരുടെ കൈകളിൽ നിന്നാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ മക്കൾ അധികാരം പിടിച്ചെടുക്കുന്നത്. അങ്ങനെ വരുമ്പോ ഭയങ്കരമായ വിപ്ലവം പൊട്ടിപ്പിളരുമത്രേ, പൊട്ടിപ്പുറപ്പെടുമത്രേ. അങ്ങനെ യസിരിബ് ഖറാബു യസിരിബ, മദീനയിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കും. ഇവിടെ തുടങ്ങി ഇത് വിജയിച്ച് ഇത് ജൂതന്മാരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുമ്പം അടുത്ത പ്രശ്നത്തിന്റെ തുടക്കം മദീനയിലാവും. അടുത്ത പ്രശ്നത്തിന്റെ തുടക്കം മദീനയിലാകും. ഭയങ്കരമായ വിപ്ലവ പോരാട്ടങ്ങളായിരിക്കും പിന്നീട് നടക്കുക.
മൽഹമ എന്ന് പറഞ്ഞാൽ ഇറച്ചി കച്ചവടക്കാരത്തെ കുറിച്ച് പറയുന്ന കാര്യമാണ്. മൽഹമ, ഇറച്ചി കഷണിച്ച് കൊടുക്കപ്പെടുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അതേപോലെ തുണ്ടം തുണ്ടമായി വെട്ടി മുറിച്ച് കഷണങ്ങളാക്കപ്പെടുന്ന യുദ്ധം, ഭയങ്കരമായ യുദ്ധം, കൊടുമ്പിരി കൊള്ളുന്ന യുദ്ധം. ഈ സമയത്താണ് ദജ്ജാൽ പുറപ്പെട്ടു വരുന്നത്. ദജ്ജാലിന്റെ വരവ് ആ സമയത്താണ് സംഭവിക്കുന്നത്. ഈ ദജ്ജാലിനെ കണ്ടിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞില്ലേ, ബൈത്തുൽ മുഖദ്ദസിൽ അവന് കയറാൻ പറ്റൂല, മദീനയിൽ അവന് പ്രവേശിക്കാൻ പറ്റൂല, മക്കയിൽ അവന് പ്രവേശിക്കാൻ പറ്റൂല. ഇത് മനസ്സിലാക്കിയിട്ട് അന്നേ കാലം വരെ മുസ്ലിമിന്റെ പേരും അണിഞ്ഞുകൊണ്ട് ജീവിച്ചിരുന്ന അഹങ്കാരികളായ ഭരണകർത്താക്കളടക്കമുള്ള മുനാഫിഖീങ്ങള് ഈ ദജ്ജാലിനെ ഭയപ്പെട്ടിട്ട് പരിശുദ്ധമായ മദീനയിലേക്ക് അവർ താവളം മാറ്റി ഒളിച്ചോടി മദീനയുടെ മണ്ണിൽ പോയി അവർ താമസിക്കുമത്രേ. എന്ന് അള്ളാന്റെ ദീനിനെ കളിയാക്കുന്ന മുസ്ലിം നാമധാരികൾ ഇന്ന് പരിശുദ്ധമായ ഇസ്ലാമിനെയും ഇസ്ലാമിക ആശയ ആദർശങ്ങളെയും തകർത്തുകൊണ്ടിരിക്കുമ്പോ, ഈ കുഞ്ഞുമക്കളെ അടക്കം കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുമ്പോ, കേവലം നോക്കുകുത്തികളായി ആ അൽഫഹമും അടിച്ച് ആടുമന്തിയും തിന്നിട്ട് അവിടെ നൈറ്റ് ക്ലബിലും പങ്കെടുത്ത് വെള്ളം ഓടിച്ച് പെണ്ണുങ്ങളുമായിട്ട് ഡാൻസ് കളിച്ച് അവര് തുള്ളിച്ചാടി സന്തോഷിക്കുന്ന ഈ മുനാഫിഖീങ്ങളായ ആൺ പെണ്ണുങ്ങൾ അടക്കം ദജ്ജാലിന്റെ വരവോടുകൂടി മദീനയിലേക്ക് ഓടി ഒളിക്കുമത്രേ. കാരണം ദജ്ജാലിനെ പേടിച്ചിട്ട്. ദജ്ജാല് മദീനയിൽ കയറൂല. ദജ്ജാല് മദീനയിൽ കയറാതെ വരുമ്പോ മദീനയിലേക്ക് അവർ ഓടി ഒളിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇവനേക്കാൾ ബുദ്ധിയുള്ളവനല്ലേ, അഹ്കമുൽ ഹാക്കിമായ പടച്ച തമ്പുരാൻ. ഫഇന്നഹാ തർജുഫു ബിഅഹ്ലിഹാ സലാസ റജഫാത്ത്. ഈ മുനാഫിക്കീങ്ങളായ നാമധാരികളായ മുസ്ലിമീങ്ങൾ മദീനയിൽ ഏതെല്ലാം മാളങ്ങളിലും ഒളിച്ചിരിക്കുന്നുണ്ടോ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ വിഭാഗത്തെ കൊണ്ട് മദീനയെ ഒന്ന് കുലുക്കുമത്രേ. കുലുക്കും. നീ അങ്ങനെ കയറി സൂഹിക്കണ്ട. ഇത്ര നാള് അള്ളാഹ് ഇല്ല, ഇബാദത്തില്ല, റസൂലില്ല, ദീനില്ല, ഈമാനില്ല. ഇപ്പൊ ദജ്ജാല് വന്നപ്പോ അവന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് നീ മദീനയിൽ വന്ന് ഒളിച്ചിരിക്കാൻ നീ ശ്രമിക്കുന്നോ? ഇല്ല. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ഫഇന്നഹാ ബിഅഹ്ലിഹാ തർജുഫു സലാസ റജഫാത്ത്. 3 കുലുക്കം അല്ലാഹു കുലുക്കും. 3 കുലുക്കം. ഏതെല്ലാം മൂലയിൽ ഈ മുനാഫിക്കീങ്ങൾ ഒളിച്ചിരിക്കുന്നുണ്ടോ, ഈ മുനാഫിക്കീങ്ങളായ ആണും പെണ്ണും ഒളിച്ചിരിപ്പുണ്ടോ, അവിടെയെല്ലാം അല്ലാഹു കുലുക്കുമത്രേ. അവിടെയെല്ലാം അല്ലാഹു കുലുക്കും. ഫയഖ്റുജു ഇലൈഹി കുല്ലു മുനാഫിഖിൻ വ മുനാഫിഖാ. ഓരോ മുനാഫിഖീങ്ങളിൽപ്പെട്ട ആണും പെണ്ണുങ്ങളും ആ ദജ്ജാലിന്റെ അരികിലേക്ക് തന്നെ മടങ്ങി പോകേണ്ടി വരും. അവൻ അങ്ങനെ സൂചിച്ചാൽ കിടക്കാൻ പറ്റൂല, മദീനയിൽ കിടത്തൂല. അല്ലാഹു തആല ഇവനെയൊക്കെ കുലുക്കി ചാടിക്കും പുറത്തേക്ക്. പുകഞ്ഞ കൊള്ളി പുറത്ത് പോ. ഇത്ര നാള് പരിശുദ്ധമായ ദീനിന്റെ ഇസ്ലാമിന്റെ നിയമനിർമ്മാണങ്ങളെല്ലാം ഉണ്ടായിട്ട് അതിനെ നിനക്ക് പാലിക്കാനും ഉൾക്കൊള്ളാനും കഴിയാതെ ഇന്ന് നീ എന്ത് ചെയ്യുന്നു? ദജ്ജാലിനെ കണ്ടപ്പോ നീ ഓടി ഇതിലേക്ക് കയറി വരുന്നു. ഇല്ലേ? വേണ്ട. മദീനെ അല്ലാഹു കുലുക്കുകയാണ്. അങ്ങനെ കുലുക്കിയിട്ട് അതിലേക്ക് മാറ്റിവിടും, അവനിലേക്ക് പറഞ്ഞു വിടും. എത്രത്തോളം എന്ന് വെച്ചാൽ അന്ന് പിന്നെ മദീനയിൽ പിന്നെ ഒരാൾക്ക് പോലും പ്രവേശിക്കാനോ, മദീനയില് ഒരാൾ സിയാറത്തിന് വരാനോ, പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാനോ ഒരാളും ഉണ്ടാകാത്ത ഒരു വലിയ ഒരു സംഭവമായിരിക്കും ആ കാലഘട്ടത്തിൽ. അപ്പോഴാണ് ബഹുമാനമുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റഹ്മഹുള്ളയുടെ റളിയല്ലാഹു അൻഹുവിന്റെ വരവ്, ഇമാം മഹ്ദിയുടെ വരവ്. അപ്പോഴാണ് ഇമാം മഹ്ദി. ആളുകളെല്ലാവരും എപ്പോഴും ഇപ്പോൾ ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇമാം മഹ്ദി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അൽ മഹ്ദിയു മിന്നി. മഹ്ദി എന്ന് പറയുന്നത് എന്റെ ഉമ്മത്തിൽ പെട്ടവരാണ്, എന്റെ കുടുംബത്തിൽ പെട്ടതാണ്. ഔ മിൻ അഹ്ലി ബൈത്തി, എന്റെ അഹ്ലു ബൈത്തിൽ പെട്ട വ്യക്തിയാണ് മഹ്ദി എന്ന് പറയുന്ന ആൾ. എന്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ്, എന്റെ അഹ്ലു ബൈത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ വിവരിക്കുകയാണ്, വർണ്ണിക്കുകയാണ്.
അജിലൽ ജബ്ഹതി, വിശാലമായ നെറ്റിത്തടമുള്ള വ്യക്തിയാണ്. അഖ്നൽ അൻഫി, നീളമുള്ള മൂക്കാണ്. പറഞ്ഞ വലിയ നീളത്തിലുള്ള മൂക്കെന്നല്ല, ഒരു മുഖ സൗന്ദര്യം, ഒരു ആകാര സൗഷ്ഠവം, അതിനൊക്കെ ഒരു നിയമമുണ്ടല്ലോ, ആ ഒരു സന്തോഷം. യംലഉൽ അർള ഖിസ്തൻ വഅദിലാ, ബഹുമാനപ്പെട്ട മഹ്ദി ഇമാം വരുന്ന സമയത്ത് ഭൂമിയിൽ ഭയങ്കര ളുൽമും അഹങ്കാരവും അഹന്തയും അധർമ്മവും അക്രമവും കൊടികുത്തി വാഴുന്ന ഒരു സാഹചര്യമായിരിക്കും. ഭൂമിയിൽ മൊത്തം പ്രശ്നങ്ങളായിരിക്കും. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഇമാം മഹ്ദി വരുന്നത്. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ ഇമാം മഹ്ദി ഭൂമിയിൽ വന്നിട്ട് യംലഉൽ അർള ഖിസ്തൻ വഅദിലാ കമാ മുലിഅത്തിൽ അർളു ളുൽമൻ വജൗറാ, ഭൂമിയിൽ എങ്ങനെയാണോ അധർമ്മം കൊടികുത്തി വാണിരുന്നത് അതെല്ലാം അടിച്ചമർത്തി തകർത്ത് തരിപ്പണമാക്കിയിട്ട് ആ സ്ഥലങ്ങളിലെല്ലാം സമസ്ത മേഖലകളിലും നീതിയും ധർമ്മവും അദ്ദേഹം സ്ഥാപിക്കുമത്രേ. വയംലികു ഫിൽ അർളി സബ്അ സിനീൻ, ഈ ഭൂമിയിൽ അദ്ദേഹം 7 വർഷമാണ് ജീവിക്കുക. ഖംസൻ ഔ സബ്അൻ ഔ തിസ്അൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു 5 വർഷമെന്നും 7 വർഷമെന്നും 9 വർഷമെന്നുമുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദിവസമെങ്കിലും ബാക്കിയാക്കിയിട്ടുണ്ടെങ്കിൽ, ഒരു ദിവസമെങ്കിലും, അതായത് മഹ്ദി ഇനി വരാൻ, എല്ലാവരും പറയും 40 വർഷം അല്ലെങ്കിൽ 50 വർഷം അല്ലെങ്കിൽ ഇത്രയും വർഷം, ഇനി എപ്പോഴാ വരിക, എല്ലാം അസ്തമിച്ചല്ലോ, എല്ലാം തീർന്നു പോയല്ലോ എന്ന് കരുതണ്ട, എന്ന് ആരും കരുതണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗ ലം യബ്ഖ, ഈ ദുനിയാവിൽ ഇല്ലാ യൗമുൻ വാഹിദുൻ, ഒരു ദിവസമാണ് ബാക്കിയുള്ളതെങ്കിൽ ലതവ്വലല്ലാഹു ദാലികൽ യൗമ, ആ ദിവസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘിപ്പിക്കുമത്രേ. ആ ദിവസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘിപ്പിക്കും. ഒറ്റ ദിവസമായിരിക്കും ബാക്കിയുള്ളത്, ഒരു ദിവസമേ ഉള്ളൂ ലോകാവസാനത്തിന്. അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നതെങ്കിൽ പോലും ലതവ്വലല്ലാഹു ദാലികൽ യൗമ, ആ ദിവസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘമാക്കുമത്രേ. ശേഷം യബ്അസുല്ലാഹു റജുലൻ മിന്നി, എന്നിൽ നിന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ, എന്നിൽ നിന്ന് ഒരു വ്യക്തിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കും. എന്നിൽ നിന്ന് ഒരാളിനെ, എന്റെ കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തിയെ, മിൻ ഇത്രതി ഔ മിൻ അഹ്ലി ബൈതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇവിടെ കണക്ഷൻ പോയി, കണക്ഷൻ ഇവിടുന്ന് കേൾക്കുന്നത് വേറെ എവിടേക്ക് മോദിനെന്തി. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ എന്റെ അഹ്ലി ബൈത്തിൽ നിന്ന് ഒരാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുമത്രേ. വയുവാതിഉ ഇസ്മുഹു ഇസ്മി വസ്മ അബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അദ്ദേഹത്തിന്റെ പേര് എന്റെയും എന്റെ ഉപ്പാടെയും പേരിനോട് സാദൃശ്യമുള്ള പേരാണ് മഹ്ദി ഇമാം. എല്ലാവരും മഹ്ദി മഹ്ദി എന്ന് പറഞ്ഞു. മഹ്ദി എന്ന് പറഞ്ഞ ഒരു പേരല്ല, മഹ്ദി മഹ്ദി എന്ന് പറഞ്ഞ ഒരു പേരല്ല. മഹ്ദി ഇമാമിനെ കുറിച്ച് പല പല അഭിപ്രായങ്ങളാണ്. ഷിയാക്കളുടെ ഒരു വാദമുണ്ട്. എല്ലാരും ഇപ്പൊ സലാം യാ മഹ്ദി, സലാം യാ മഹ്ദി എന്നൊക്കെ പറഞ്ഞ് ദിക്റും ചൊല്ലിക്കൂടെ നടക്കാണ്. ആ മഹ്ദി ഈ മഹ്ദി അല്ല കേട്ടോ. നിങ്ങളിപ്പോ ഈ യൂട്യൂബിൽ കണ്ട് സലാം യാ മഹ്ദി നടിച്ചിട്ട് പൊട്ടിക്കറിയുന്ന കൊച്ചു കുട്ടികൾ, ഇതൊക്കെ ഷിയാക്കളാണ്. ഇത് ഇസ്ലാം അംഗീകരിക്കാത്ത വർഗ്ഗമാണ് ഷിയാക്കള്. അവര് പൊക്കി പിടിച്ചു നടക്കുന്ന മഹ്ദിയാണ്. അവരുടെ മഹ്ദി ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്, അവരുടെ മഹ്ദി ഇപ്പൊ ഉണ്ട്. അത് 1000 വർഷമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. ആ മഹ്ദി ഉയർത്ത് എഴുന്നേറ്റ് വന്നിട്ട് ആദ്യമായിട്ട് ആ മഹ്ദി ചെയ്യുന്ന പണി, മദീനയിൽ പോയി അബൂബക്കർ സിദ്ദീഖ്, ഉമർ റളിയല്ലാഹുവിന്റെ ഖബർ പൊളിച്ചിട്ട് അവരെ രണ്ടുപേരെയും എടുത്തിട്ട് കുത്തിയിട്ട് കമ്പിൽ കുത്തി കൊണ്ടുപോയി മരത്തിൽ കെട്ടി തൂക്കുമെന്നാണ് അവരുടെ വിശ്വാസം. കാരണം അലി റളിയല്ലാഹു തആല അൻഹുവിന് കിട്ടേണ്ട ഖിലാഫത്ത് അവര് പിടിച്ചു പറിച്ചു വാങ്ങിയവരാണ്. അതുകൊണ്ട് ഈ ഷിയാവർഗം അബൂബക്കർ, ഉമർ, ഉസ്മാൻ ഈ 3 പേരെയും അവർ അംഗീകരിക്കുകയില്ല. അവർ മനസ്സിലാക്കിയതും അംഗീകരിക്കുന്നതും അലി റളിയല്ലാഹു തആല അൻഹുവിനാണ്.
അലി റളിയല്ലാഹു തആല അൻഹുവിനെയാണ്. അപ്പൊ അലി അതുകൊണ്ടാണ് അവിടെ അല്ല യാ അലി യാ അലി യാ അലി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഹദീസുകളിൽ ഒരുപാട് മാറ്റങ്ങൾ അവർ വരുത്തിയിട്ടുണ്ട്. അലി അലിഹിസ്സലാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരിങ്ങനെ എഴുതുന്നത്. അതുകൊണ്ട് ആ കുതന്ത്രത്തിൽ നമ്മൾ വീണ് പോകണ്ട. അവര് ഷിയാക്കളാണ്. ഇവര് പറയും ബൈത്തുൽ മുഖദ്ദസ് ഞങ്ങൾ ഇപ്പൊ അടിക്കും എവിടെ അടിക്കൂല. അവർ ഷിയാക്കളാണ്. ബൈത്തുൽ മുഖദ്ദസും പരിസരത്തുള്ള സുന്നികളാണ്. ഈ സുന്നികളെ തകർക്കാൻ ഒരിക്കലും ഇറാൻകാരൻ കൂട്ടു നിൽക്കൂല സുഹൃത്തുക്കളെ. കാരണം അവൻ ഷിയായുടെ ആദർശമുള്ളവനാണ്. ഇസ്ലാം അവരെ അംഗീകരിക്കാത്തവരാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവരാണ്. അവര് 40ഓളം വിഭാഗങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് അവര് വിളിക്കുന്ന മഹദിയല്ല ഈ മഹദി. യഥാർത്ഥത്തിൽ മഹദി എന്ന് പറഞ്ഞാൽ ഒരു വഴികാട്ടി എന്നാണ് അതിന്റെ അർത്ഥം. ഫഅലൈക്കും ബിസുന്നതി വസുന്നതി ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, അലൈക്കും ബിസുന്നതി, എന്റെ സുന്നത്തിനെ നിങ്ങൾ പിൻപറ്റണം. വസുന്നതി ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, എനിക്ക് ശേഷമുള്ള ഖുലഫാഉർ റാഷിദീങ്ങളായ വഴികാട്ടികളായ എന്റെ ഖലീഫമാരെ നിങ്ങൾ പിൻപറ്റണം കേട്ടോ. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു വഴികാട്ടിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പരയിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ് ഈ മഹ്ദി. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തിന്റെ പേര് എന്റെയും എന്റെ ബാപ്പാടെയും പേരിനോട് യോജിച്ചതാണ്. എന്താണ് മഹ്ദി ഇമാമിന്റെ പേരെന്നറിയുവോ? മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹിൽ അലവിയിൽ ഫാത്തിമിയിൽ ഹസനി. ഇതാണ് ഇമാം മഹ്ദി. ചുമ്മാ ഇമാം മഹ്ദി എന്ന് വിളിച്ച് പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല. മഹ്ദി ഇമാമിന്റെ പേരെന്താ? മഹ്ദി ഇമാം. മഹ്ദി ഇമാമിനെ എല്ലാവരും നോക്കിയിരിക്കുക. ഇവിടെ ചീഫ് ഇമാം നിസ്കരിക്കുന്ന ആളിനെ നോക്കിയിരിക്കുക. ഒറ്റൊരു മനുഷ്യൻ പറയാനില്ല. എല്ലാവരും മഹ്ദി ഇമാം പോരെന്ന് പറഞ്ഞിരിക്കുകയാണ്. എവിടെ വരാണ്? ഈ പള്ളിയിലെ ഇമാമിനെ ആരും പരിഗണിക്കുന്നില്ല. വല്ല ഇമാമിനെ പരിഗണിക്കാൻ പോവാണ്. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹിൽ അലവിയിൽ ഫാത്തിമിയിൽ ഹസനി. ഇപ്പോ നമ്മൾ പശ്ചിമേഷ്യയിൽ നമ്മൾ കാണുന്ന സംഭവമാണ്. കുഞ്ഞു മക്കൾ പോലും അവർക്കറിയാം, കൊച്ചു കുട്ടികൾക്ക് നാളെ ഞാൻ മരിക്കുമെന്നറിയാം. ആ കുഞ്ഞു മക്കളോട് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞിട്ട് പോലും ഇല്ല, വേണ്ട എന്നാണ് പറയുന്നത്. ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഫലസ്തീനിലേക്ക് യാത്ര ചെയ്ത ഒരു സംഘം, അതിൽപ്പെട്ട ഒരു കേരളക്കാരനായ ഒരു സഹോദരൻ ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച് ഒരു കുട്ടിയെ കാണുകയുണ്ടായി. ഏകദേശം ഒരു 10 വയസ്സ് 11 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി. ആ കുട്ടിയെ കണ്ടിട്ട് ചോദിച്ചു, മകന്റെ വാപ്പ എവിടെ, ഉമ്മ എവിടെ? വാപ്പ ഷഹീദ്, ഉമ്മ ഷഹീദ. ആകാശത്തേക്ക് കൈ ഉയർത്തി കാണിച്ചു. വാപ്പായും ഉമ്മായും സ്വർഗത്തിലാണ്, ഷഹീദായി, ഞാൻ മാത്രമാണ്. അപ്പോൾ ആ കേരളക്കാരായ ജമാഅത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, നമ്മൾ ഞങ്ങളുടെ നാട്ടിൽ കൊണ്ടുപോകാം, നിന്നെ നാട്ടിൽ കൊണ്ടുപോയി ഞങ്ങൾ പഠിപ്പിക്കാം, ഡോക്ടറാക്കാം, ഖുർആൻ ഹാഫിളാക്കാം, ആലിമാക്കാം, എല്ലാ സന്തോഷത്തോടു കൂടി നിനക്ക് അവിടെ ജീവിക്കാം. അപ്പോൾ ആ കുട്ടി എന്താ കേരളമെന്നോ ഇന്ത്യ എന്നോ ഇതൊന്നും അറിയില്ല. ആ 11 വയസ്സായ കുട്ടി അവരോട് പറയാണ്, നിങ്ങളുടെ നാട്ടിൽ വന്നാൽ എനിക്ക് ഷഹീദാവാൻ പറ്റൂല. 10 വയസ്സ് 11 വയസ്സ് കേരളക്കാരെ ഞെട്ടിച്ചു കളഞ്ഞ ഒരു വാക്ക്. ആ 10 വയസ്സായ കുട്ടി പറയാണ്, നിങ്ങളുടെ നാട്ടിൽ വന്ന എനിക്ക് ഷഹീദാവാൻ പറ്റൂല. എന്റെ ഉമ്മ ഷഹീദായി പോയതുപോലെ, എന്റെ ഉമ്മ ഷഹീദായി പോയതുപോലെ എനിക്കും ഷഹീദാകണം. അതുകൊണ്ട് ഈ നാട്ടിൽ നിന്നാലേ അത് കഴിയുകയുള്ളൂ എന്ന്. 10 വയസ്സ് 11 വയസ്സിൽ ബാലൻ. സുഹൃത്തുക്കളെ, അവർക്ക് മരണം പേടിയില്ല. അവർക്കറിയാം, അള്ളാഹുവിൽ നിന്ന് മറ്റാർക്കും കിട്ടാത്ത പ്രതിഫലം അവരാഗ്രഹിക്കുന്നുണ്ട്. അവർക്കത് കിട്ടുമെന്നുള്ള 100% ഉറപ്പാണ്. നമുക്കതിൽ വിശ്വാസമുണ്ടോ? നമ്മളൊക്കെ ഇങ്ങനെ വലിയ ഐക്യദാർഢ്യവും വലിയ പ്രഭാഷണവും കാര്യങ്ങളും ഒക്കെ നമ്മൾ നടത്തുന്നു. നമുക്ക് അങ്ങനെ ഒരു വിശ്വാസം, ആ ഒരു ഉറച്ച ഈമാൻ ഇബ്രാഹിം നബിയുടെ പാരമ്പര്യത്തിന്റെ മക്കളാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ 10 വയസ്സായ കുട്ടി 11 വയസ്സായ കുട്ടി അറുക്കട്ടെ എന്ന് പറഞ്ഞപ്പോ ഇഫ്അൽ മാ തുഅ്മർ, അള്ളാന്റെ തീരുമാനമാണോ ഉപ്പ, ചെയ്തോ. എനിക്കതിൽ നിരാശയില്ല, എനിക്കതിൽ ദുഃഖമില്ല, എനിക്കതിൽ വിഷമമില്ല, പ്രയാസമില്ല. അള്ളാന്റെ തീരുമാനമാണോ, നടക്കട്ടെ. ഈ ഒരു ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കണം നമ്മുടെ മക്കൾക്ക്.
അല്ല നമ്മൾ കുറച്ച് നിസ്കാരമുള്ളവരാണ് മുസ്ലിം ഉമ്മത്താന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മുസ്ലിം ഉമ്മത്തുകൾ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്താണ് ഇസ്ലാം? എന്താണ് ആ ഉമ്മത്തിന്റെ ലക്ഷ്യം? നമ്മുടെ ലക്ഷ്യം എന്താണ്? അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാവുക എന്നുള്ളത്. അള്ളാഹു ഇഷ്ടപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അമൽ അതാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ഷഹീദാവുക എന്നുള്ളത്. എന്താണ് ആ ഷഹീദ് എന്നും അതിന്റെ മഹത്വം എന്തെന്നും അവർ ആസ്വദിച്ചു രുചിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. എന്നായാലും ഒരു ദിവസം ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ടി വരും. ആ ശുഹദാക്കളെല്ലാം സ്വർഗത്തിൽ പച്ചപ്പട്ടുകളിൽ പാറി പറക്കുന്ന പക്ഷികളെ പോലെ ഇഷ്ടാനുസരണം യഥേഷ്ടം ഭക്ഷണം കഴിച്ച് സുഖലോലുപരായി കഴിഞ്ഞുകൂടുകയാണ് അവരുടെ മുൻഗാമികളുമായി സല്ലപിച്ചുകൊണ്ട്. അവർക്കതുകൊണ്ട് എന്താണ് മരണം? അതൊരു വിഷയമേ അല്ല. ആ മരണത്തെ ഭയന്നിട്ട് സ്വന്തം നാട്ടിൽ നിന്ന് അവർ മാറിപ്പോകാൻ പോലും വിസമ്മതം പ്രകടിപ്പിക്കുന്നവരായി മാറി. അത്രത്തോളം ഈമാനിക ചൈതന്യം അവർക്ക് ലഭിക്കുകയുണ്ടായി. അതുകൊണ്ടാണല്ലോ അള്ളാഹുവിന്റെ വലിയ ബർക്കത്തും റഹ്മത്തും ആ നാട്ടിൽ ഇറങ്ങുന്നത്, ഗൈബിയായ സഹായം. ഈ അടുത്ത ദിവസം അവിടെ നിന്ന് ഒരു സഹോദരന്റെ ഒരു അറബിയിൽ ഒരു കുറിപ്പ്. സാധാരണ നമ്മൾ ഇന്നത്തെ ഇവിടുത്തെ ജൂത നസ്രാണികളുടെ പത്രമാണല്ലോ നമ്മൾ ആദ്യമായിട്ട് ഉമ്മ വെക്കുന്നത്. സുബഹി കഴിഞ്ഞ ഉടനെ അങ്ങനെയെങ്കിലും ആ മുസീബത്ത് വലിച്ചു കീറി കളഞ്ഞിട്ടെങ്കിലും ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ നമ്മുടെ കൗമിന് പറ്റൂല. നമ്മളെ രാവിലെ സുബഹി കഴിഞ്ഞ ഉടനെ ആ മുസീബത്ത് പത്രം കണ്ടെങ്കിലേ നമ്മുടെ കണ്ണും വയറും നിറയുകയുള്ളൂ. ഈ ഉമ്മത്ത് മൊത്തം ബഹിഷ്കരിച്ചാൽ അങ്ങനെ ഒരു ഐക്യദാർഢ്യം നടത്തിക്കൂടെ? എഴുതുന്നത് മൊത്തവും ഇസ്രായേലികൾക്ക് അനുകൂലമായിട്ടാണ്. എവിടെ മുസ്ലിമീങ്ങൾക്ക് അനുകൂലമായിട്ട്? ഇല്ലാത്ത കഥകളെല്ലാം കെട്ടിച്ചമച്ചു കൊണ്ടുവന്നിട്ട് ആ മഞ്ഞ പത്രങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മൾ പണം കൊടുത്ത് ആ മുസീബത്ത് ഇസ്രായേലിസവും നസ്രാനിസവും ജൂതായിസവും ഒക്കെ നമ്മൾ വിലയ്ക്ക് വാങ്ങുകയാണ്. നമ്മൾ വിലയ്ക്ക് വാങ്ങിയാണ്. നമ്മളൊരു മുസ്ലിം ഉമ്മത്തിന് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു പത്രമോ ഒരു വാർത്താ മാധ്യമങ്ങളോ ഉണ്ടെങ്കിൽ മുസ്ലിം ഉമ്മത്ത് സഹായിക്കാൻ തയ്യാറല്ല. ഉടനെ അവൻ എതിർത്തിട്ട് ജൂതനെയും ക്രിസ്ത്യാനിയെയും തന്റെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ അവന് ഭയങ്കര ഉത്സാഹമാണ്. കേവലം ചെറിയ ചെറിയ ശാഖാപരമായ വിഷയങ്ങളിലാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. അടിസ്ഥാന തത്വങ്ങളിൽ മുസ്ലിം ഉമ്മത്തിനിടയിൽ എവിടെ വ്യത്യാസമുള്ള? ഒരു വ്യത്യാസമില്ല. അപ്പൊ ഒരു മുസ്ലിം എന്ന ഒരു കാഴ്ചപ്പാടിൽ എന്തെങ്കിലും ഒരു കാര്യം തുടക്കം കുറിച്ചാൽ അതിനെ സപ്പോർട്ട് ചെയ്യണം മുസ്ലിം സമുദായം. അതിന് പകരം ജൂതനെയും ക്രിസ്ത്യാനിയും സപ്പോർട്ട് ചെയ്തിട്ട് അവന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ചിട്ട് അവൻ കൊടുക്കുന്ന പത്രം, അവൻ എഴുതുന്ന പത്രം, അവന്റെ വാർത്താ മാധ്യമങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യമാണ് നമ്മൾ നൽകുന്നത്. അല്ലാതെ പരിശുദ്ധമായ മുസ്ലിം സമുദായത്തിന്റെ പത്രങ്ങളിൽ നിന്ന് സത്യവാർത്തകൾ വരുമ്പോൾ നമുക്കത് ഒപ്പിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. വലിച്ചെറിയൻ സുഹൃത്തുക്കളെ, വലിച്ചെറിയൻ. എന്താ ഗുണം ഇതുകൊണ്ട്? മുസ്ലിം ഉമ്മത്തിനെ നാണം കെടുത്താനും നമ്മുടെ പണം കൊണ്ട് നമ്മെ തന്നെ തകർക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ ആഴ്ചയിൽ വന്ന ഒരു റിപ്പോർട്ടാണ്. ഒരു സാലിഹായ മനുഷ്യൻ, ആ സാലിഹായ മനുഷ്യൻ അദ്ദേഹം വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. എല്ലാവരുടെയും കയ്യിൽ ഇപ്പോ ഈ പറയുന്ന പോലെ ആയുധങ്ങളുണ്ടല്ലോ. അപ്പൊ ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇദ്ദേഹത്തെ കൊല്ലുന്നതിന് വേണ്ടി ഒരു ജൂതൻ അതിന്റെ ഉള്ളിൽ ഒളിച്ചിരിപ്പുണ്ട്. ആരുമില്ല. ഇദ്ദേഹം ഒറ്റയ്ക്ക് കയറി പോകുന്നു. ആരോ ഒരാൾ വിളിച്ചു പറയുന്നു, ഖൽഫക യഹൂദിയുൻ, ഖൽഫക യഹൂദിയുൻ. ആരോ ഒരാൾ വിളിച്ചു പറയുന്നു. ഒരു അശരീരിയാണ് ആ ശബ്ദം കേട്ടത്. ആരോ ഒരാൾ വിളിച്ചു പറയുന്നു, ഇന്ന വാതിലിന്റെ പിന്നാലെ ഒരാൾ ഒളിച്ചിരിപ്പുണ്ട്, ഒരു ജൂതൻ ഒളിച്ചിരിപ്പുണ്ട് എന്ന് വിളിച്ചു പറയുകയും ഇദ്ദേഹം ആ തോക്കെടുത്ത് വെടിവെക്കുകയും അവനെ കൊല്ലുകയും ചെയ്തു. അതിനുശേഷം ഇദ്ദേഹം ഇറങ്ങി ആ പരിസരം മുഴുവൻ നോക്കി. ആരാ വിളിച്ചു പറഞ്ഞത്? ആരെയും കാണാൻ കഴിഞ്ഞില്ല. ജൂതന്മാര് തന്നെ സമ്മതിച്ച സത്യമാണ്. ജൂതന്മാരുടെ നേതാക്കന്മാര് സമ്മതിച്ച സത്യമാണ്. ഇത് ഹമാസ് പോരാളികളല്ല അവിടെ നമ്മളോട് യുദ്ധം ചെയ്യുന്നത്. വേറെ ഏതോ ഒരു അദൃശ്യ ലോകത്തുള്ളവരാണ് നമ്മളോട് യുദ്ധം ചെയ്യുന്നത് എന്ന് അവര് പോലും സമ്മതിച്ചിരിക്കുന്നു. ശുഹദാക്കളുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്ത് അവിടെ ഇറങ്ങും, സഹായം അവിടെ ഇറങ്ങും. ബദറിൽ ഇറങ്ങിയതുപോലെ അള്ളാഹ് ഇറക്കും. അതുകൊണ്ട് നമ്മുടെ ദുആ ഒന്ന് നിരാശരാവണ്ട, നമ്മുടെ ദുആ ഒന്ന് സ്വീകരിക്കില്ല എന്ന് കരുതരുത്. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ നമ്മുടെ ഓരോ വ്യക്തികളുടെയും ഓരോ നാട്ടിൽ നിന്നുമുള്ള ദുആയ്ക്ക് വലിയ വലിയ വിലയാണ് അല്ലാഹു തആല അവിടെ നൽകുന്നത്.
കോടാനകോടി ബില്യൺ ട്രില്യൺ കണക്കിന് ഡോളറിന്റെ നഷ്ടം കൊണ്ട് ഇസ്രായേൽ കൂപ്പുകുത്തുകയാണ് ഗതിയില്ലാതെ. അത് തന്നെ ഏറ്റവും വലിയ കാര്യമല്ലേ? നമുക്ക് പട്ടിണി കിടന്ന പാരമ്പര്യമുണ്ട്, വെള്ളമില്ല എങ്കിലും ഭക്ഷണമില്ല എങ്കിലും നോമ്പ് പിടിച്ച പാരമ്പര്യമുണ്ട്, പരിശുദ്ധ പ്രവാചകന്മാർ പട്ടിണി കിടന്ന പാരമ്പര്യമുണ്ട്. അതൊക്കെ മനസ്സിലാക്കി ജീവിക്കുന്നവരാണ് സത്യവിശ്വാസികളായ മുസ്ലിമീങ്ങൾ. അതുകൊണ്ട് അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. എന്നാൽ ജൂതന്മാർക്ക് അങ്ങനെയല്ല. അവർക്കൊരു ടാങ്ക് പോയാൽ, അവരുടെ ഒരു മിസൈൽ നഷ്ടപ്പെട്ടു പോയാൽ, അവരിൽ ഒരു പൗരൻ നശിച്ചു പോയാൽ, അവരിൽ ഒരു പട്ടാളം മേധാവി നഷ്ടപ്പെട്ടു പോയാൽ കോടാനക്കോടി ഡോളറിന്റെ നഷ്ടമാണ് അവർക്കുള്ളത്. കോടാനകോടി ഡോളറിന്റെ നഷ്ടമാണ്. അത് തന്നെ ഏറ്റവും വലിയൊരു നാശത്തിന്റെ അടയാളമല്ലേ? ഏറ്റവും വലിയൊരു നാശത്തിന്റെ അടയാളമല്ലേ? അപ്പൊ നമ്മുടെ ദുആയ്ക്ക് ഇജാബത്തുണ്ട് എന്നല്ലേ? എല്ലാവരും ഇപ്പൊ 30-35 ദിവസമായി 40 ദിവസമായി യുദ്ധം കൊടുമ്പിരി കൊണ്ടു നമ്മളെല്ലാവരും പെട്ടെന്ന് മറന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മറന്ന് നമ്മൾ ആ ഒരു ഭാഗത്തെ നിന്ന് വിട്ടുപോയി. അറേബ്യൻ നാടുകളിൽ മ്യൂസിക്കിന്റെയും കലാവിരുന്നുകളുടെയും അരങ്ങുകൾ അരങ്ങേറുമ്പോ ഇന്ത്യ രാജ്യത്തിലെ മഹാപണ്ഡിത മഹത്തുക്കൾ കത്തെഴുതി അറബ് ലോകത്തിന്, നമ്മുടെ സാധുക്കളായ മുസ്ലിം സഹോദരങ്ങളും കുഞ്ഞുമക്കളും പിടഞ്ഞ് മരിക്കുമ്പോ അതേ ജസീറത്തുൽ അറബിന്റെ മണ്ണില് നിങ്ങൾ നൃത്തം ചവിട്ടി അട്ടഹസിച്ച് പാട്ടുപാടി സന്തോഷിക്കുകയാണ് അല്ലേ? ആ ഒരു ഈമാനിക വാക്കെങ്കിലും ഇന്ത്യൻ ഉലമാക്കളെ കൊണ്ട് സാധിച്ചു. അത് ഏറ്റവും വലിയ കാര്യമാണ്. അത് അവരുടെ പത്രമാധ്യമങ്ങളെല്ലാം വ്യാപിച്ചു. അവിടുത്തെ എംബസിക്ക് അയച്ചു കൊടുത്തു. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇതൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. നമ്മൾ ഇത് കണ്ടിട്ട് നോക്കുകുത്തികളായിരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുകയില്ല. പരിശുദ്ധമായ ദീൻ ലോകത്തോട് പഠിപ്പിക്കുന്നത് 2 വിഭാഗമാണ് ലോകത്തെ നയിക്കേണ്ടത്. ഒന്ന് ഉലമാക്കളും 2 മുലൂക്കുകളുമാണ്. ആ മുലൂക്കുകളാണ് തീരുമാനിക്കേണ്ടത്. ഇന്ന് ഉലമാക്കൾ സത്യം തുറന്നു പറയാനോ അശരണർക്കും ആലംബഹീനർക്കും വേണ്ടി ശബ്ദിക്കുമ്പോ ഒരുപക്ഷെ ആ അധികാരി വർഗം അവരെ കാരിരും വഴികൾക്കുള്ളിൽ തളച്ചിടുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ തളച്ചിടപ്പെട്ട മഹാന്മാരായ മുൻഗാമികളുടെ ചരിത്രങ്ങൾ ഇസ്ലാമിന് ധാരാളം പറയാനുണ്ട്. സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന പണ്ഡിതന്മാരെ തകർക്കുക എന്ന ലക്ഷ്യം രംഗത്തേക്ക് വരുന്നത് മുസ്ലിം ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നാണ്. അതുകൊണ്ടല്ലേ ഈ മുസ്ലിം കൺട്രികളിൽ ഒരാൾ പോലും നോക്കുകുത്തിയായി നിൽക്കുക അല്ലാതെ ഒരാൾ പോലും ഈ ഒരു യുദ്ധം നിർത്ത് അതിനുവേണ്ടി പാടുപെടാനോ പരിശ്രമിക്കാനോ അതിനുവേണ്ടി എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്താനോ തയ്യാറാകാത്തതിന്റെ കാരണം എന്താ? അവര് രഹസ്യമായി ഐക്യത്തിന്റെ അജണ്ടയും പരസ്യമായി വെറുതെ ഒരു വാക്ക് പറയുകയുമാണ്, നമ്മളെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മൾ ഈ അധികാരികളുടെ വാക്കുകളൊന്നും നമ്മൾ കേൾക്കണ്ട. നമ്മൾ നേരെ നബിതങ്ങളിലേക്ക് വാ. എന്താണ് ഇസ്ലാം പഠിപ്പിച്ചത്? ഹബീബായ തങ്ങൾ പറഞ്ഞത് എന്താ? നമുക്കതേ ഉള്ളൂ നമുക്ക് വിശ്വാസം. അതല്ലാത്ത നിങ്ങൾ ആരെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ കുവൈത്തിനെയോ സൗദി അറേബ്യയോ ബഹ്റൈനെയോ ഖത്തറിനെയോ നിങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തത് കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. അവര് കുലുങ്ങുക പോലുമില്ല. ഇനി ഭസ്മമായി ബൈത്തുൽ മുഖദ്ദസ് തുടച്ച് നീക്കപ്പെട്ടാൽ പോലും ആരും മിണ്ടുകയില്ല. അവരുടെ സ്വന്തം രക്ഷയും അവരുടെ അലമാരകളും അവരുടെ ഖജനാവുകളും അവരുടെ കൊട്ടാരങ്ങളും അവരുടെ നാരിമാരും അവർക്കൊരു പൊള്ളലേക്കാതെ സംരക്ഷിക്കലാണ് അവരുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം. അതങ്ങനെയാണ് പാരമ്പര്യം, ചരിത്ര പാരമ്പര്യം അങ്ങനെയാണ്. അതുകൊണ്ട് ഈമാനുള്ളവർക്ക്, ഈമാനിക ബോധമുള്ളവർക്ക്, ഇസ്ലാമുമായി ബന്ധമുള്ളവർക്ക്, ശരീഅത്തുമായി ബന്ധമുള്ളവർക്ക് അള്ളാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ചത് എന്താണോ ആ ഒരു വഴിയിലേക്ക് നമ്മൾ നീങ്ങുക. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അല്ലാഹു നിങ്ങൾക്ക് വഅദ ചെയ്യുന്നു, അല്ലാഹു നിങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നു. വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സാലിഹാത്ത്. കേവലം ഒരു വിശ്വാസിയെ മാത്രമല്ല നോക്കിക്കൊണ്ട് പറഞ്ഞത്, വഅമിലുസ് സാലിഹാത്ത്. സ്വാലിഹായ അമലുകൾ ചെയ്യുന്ന, കർമ്മങ്ങൾ ചെയ്യുന്ന സത്യവിശ്വാസികൾ ആരാണോ, ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ്, നിങ്ങൾക്ക് ഭൂമിയുടെ കിരീടവും അധികാരവും ചെങ്കോലും ഞാൻ നിങ്ങൾക്ക് കൈമാറാം. അള്ളാഹു പറയാണ്. അള്ളാഹ് വെച്ച ഡിമാൻഡ് എന്താ? കേവലം ഞാനൊരു മുസ്ലിമാ, ഞാനൊരു സത്യവിശ്വാസിയാ എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല കാക്കാ. എന്നിട്ട് കാര്യമില്ല. എല്ലാരും ഈമാനുള്ളവരാ, എല്ലാരും മുസ്ലിമീങ്ങളാ, എല്ലാരും വിശ്വാസമുള്ളവരാണ്. അള്ളാഹ് പറഞ്ഞ വാക്കെന്താ? വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സാലിഹാത്ത്.
സാലിഹായ അമലുകൾ ചെയ്യുന്ന നിങ്ങളിൽ നിന്നുള്ള യഥാർത്ഥ സത്യവിശ്വാസികൾ ആരാണോ ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ് കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം മുൻഗാമികളായ സാലിഹീങ്ങളുടെ കൈകളിൽ ഈ ഭൂമിയുടെ കിരീടം അല്ലാഹു നൽകിയതുപോലെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ജൂതന്റെ നസ്രാണിയുടെ കയ്യിൽ നിന്ന് അധികാരം നിങ്ങളുടെ കൈകളിലേക്ക് അല്ലാഹു വാങ്ങിത്തരുമത്രേ. അല്ലാഹു പറഞ്ഞ വാക്കാണ്. അല്ലാഹു വാങ്ങിത്തരുമെന്ന് നമ്മൾ പേടിക്കണ്ടെന്നാ പറയുന്നത്. ഡിമാൻഡ് ഉണ്ട്, വെറുതെ അല്ല. كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا. ഏതൊരു വർഗത്തെയാണോ, പ്രതിയോഗികളെയാണോ, ജൂതന്മാരെയാണോ, ഫാസിസ്റ്റുകളെയാണോ, നാസിസ്റ്റുകളെയാണോ നിങ്ങൾ ഭയപ്പെടുന്നത്, നിങ്ങൾ ഭയപ്പെടേണ്ട കേട്ടോ. ആ ഭയത്തിൽ നിന്ന് നിങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് നാം അവരോധിക്കാം. രണ്ട് ഡിമാൻഡ് നിങ്ങൾ സ്വീകരിച്ചാൽ മതി. അല്ലാഹു പറയാണ്, എല്ലാരും കൈമലർത്തുമ്പം അവസാനം നമ്മൾ സഹായത്തിന് തേടുന്നത് ഇലാഹായ റബ്ബിനോടാണ്. ഇത് അവസാനമല്ല, തുടക്കത്തിലും തേടണം, ഒടുക്കത്തിലും തേടണം, ഒടുക്കം വരെയും തേടണം. അള്ളാഹുവിനോടാണ് തേടേണ്ടത്. വേറെ ആരോട് തേടാൻ? 100 ടാങ്കുകൾ ഉള്ളവനോട് തേടിയിട്ട് കാര്യമില്ല, വലിയ മിസൈൽ ഉള്ളവനോട് തേടിയിട്ട് കാര്യമില്ല. ഇതിന്റെ മുഴുവൻ കാര്യങ്ങളെ ഒപ്പിയെടുക്കുന്ന ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം, ഉറക്കമോ ഒരു കേവലം ഒരു അശ്രദ്ധ പോലും ബാധിക്കാത്ത ജഗത്തിന്റെ ഉടമസ്ഥനായ നാഥൻ, ആ പടച്ച തമ്പുരാനെ സ്വാധീനിക്കാൻ നമ്മൾ തയ്യാറായാൽ അവന്റെ കൈകളിൽ നിന്ന് അധികാരം നമ്മളിലേക്ക് അല്ലാഹു വാങ്ങിത്തരുമത്രേ. പടച്ചവന്റെ വാക്ക ഖുർആനാണ്. സൂറത്തുൻ നൂർ 55. ഇത് നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ അല്ലാഹുവിൽ വിശ്വാസമില്ലല്ലോ. ഇത് അല്ലാഹു വാങ്ങിത്തരാന്ന് പറഞ്ഞ കാര്യമാണ്. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ. നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ ആരെയാ പേടിക്കുന്നത്? ആ പേടിയൊക്കെ ഞാൻ മാറ്റിയിട്ട് നിങ്ങൾക്ക് പൂർണ്ണ സുരക്ഷിതത്വം, നിർഭയത്വം ഞാൻ തരാം. അല്ലാഹു പറഞ്ഞ വാക്കാണ്, ഞാൻ തരാം. 2 ഡിമാൻഡ്. യഅബുദൂനനി, എന്നെ മാത്രം ആരാധിക്കണം. ലാ യുശ്രികൂന ബി ശൈആ, എനിക്കെതിരെ ഒരു നിലയ്ക്കും മറ്റൊരു വസ്തുവിനെ നീ ചിന്തിക്കുക പോലും വരുത്. ഞാനല്ലാതെ ഒരു ഇലാഹുണ്ടെന്നുള്ളൊരു ചിന്ത പോലും നിന്റെ ജീവിതത്തിന്റെ ഒരു മേഖലയിൽ പോലും നീ ചിന്തിച്ചു പോകാൻ പാടില്ല. അള്ളാഹു പറയാണ്, എന്നെ ആരാധിച്ച് സ്വാലിഹായ അമൽ ചെയ്യാൻ നീ തയ്യാറുണ്ടോ എങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാം. അള്ളാഹു പറഞ്ഞ വാക്കാണ്, അള്ളാഹു പറഞ്ഞ വാക്കാണ്. ഇതിനപ്പുറത്ത് നമുക്ക് ലോകത്ത് ഒരു യജമാനനില്ല, ഒരു യജമാനനില്ല. ഞൊടിയിടയിൽ കാര്യങ്ങൾ നടത്തുന്ന പടച്ച തമ്പുരാനാണ് ഈ പറഞ്ഞ വാക്ക്.